ഇസ്ലാമിൽ നിങ്ങൾ നോക്കൂ, എത്രയെത്ര ഡോക്ടർമാർ, ഒരുപക്ഷെ യൂറോപ്യന്മാർ ആധുനിക മെഡിസിൻ രംഗത്ത് കാൽവെക്കുന്നതിന് മുമ്പ് അബൂ ഇസ്ഹാഖ് ഉൽ-കിന്ദിയെ പോലെയുള്ള ആളുകൾ, അബ്ബാസ് ഇബ്നു ഫർനാസിനെ പോലെയുള്ള ആളുകൾ, അബൂബക്കർ റാസിയെ പോലെയുള്ള, ഇബ്നുൽ ഹൈസമിനെ പോലെയുള്ള, അൽ ബിറൂനിയെ പോലെയുള്ള, ഇബ്നുൽ ബൈത്താർ, ഇബ്നുർ റുഷ്ദ്, ഇബ്നു തുഫൈല്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നെറ്റിൽ ടെലിഫോണിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഇവരൊന്നും കേവലം ഖുർആൻ ഓതി ജനങ്ങൾക്ക് പള്ളി ദർസുകളിൽ കിതാബ് ഓതി കൊടുത്തിരുന്ന പണ്ഡിതൻ മാത്രമായിരുന്നില്ല. ഈ കൂട്ടത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ടായിരുന്നു, മുഫസ്സിറുകൾ ഉണ്ടായിരുന്നു, മുഹദ്ദിസുകൾ ഉണ്ടായിരുന്നു, ഖുർആൻ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ അതോടൊപ്പം ഉയർന്ന വൈദ്യശാസ്ത്ര രംഗത്ത് ഉന്നതന്മാരായ കണ്ടുപിടുത്തങ്ങൾ നടത്തി. തദാവോ അല്ലാഹു തആല രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മരുന്നും ഇറക്കിയിട്ടുണ്ട് എന്ന ആ ഹദീസിൻ്റെ പിന്നാലെ പോയി ചികിത്സകളെപ്പറ്റി, രോഗങ്ങളെപ്പറ്റി, ഈ ഭൂമിയിലുള്ള ചെടികളെപ്പറ്റി, ഇവിടെയുള്ള കെമിക്കൽസുകളെപ്പറ്റി കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ അവസാനത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ ജീവിച്ച ഇബ്നു സൈനിയ, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന, ഇന്നും യൂറോപ്യൻ സർവകലാശാലകളിൽ, മെഡിക്കൽ കോളേജുകളിൽ ഇബ്നു സീനയുടെ ഗ്രന്ഥമാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ റഫറൻസ് എന്നതാണ് ലോകം അംഗീകരിച്ച ഒരു തത്വം. അവിസന്ന എന്ന് പറയുന്ന ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ ആബിദായിരുന്നു, സാഹിദായിരുന്നു, പണ്ഡിതനായിരുന്നു, ബിഷഗ്വരനായിരുന്നു. ലോകത്ത് ഇസ്ലാമിക ശരീഅത്തിൽ ഹിഫ്ളുൻ നഫ്സ്, ചികിത്സാമുറയെ വളർത്തിയെടുക്കാനും വികസിപ്പിച്ചെടുക്കാനും എണ്ണമറ്റ പണ്ഡിതന്മാർ, ഞാൻ ഈ പറഞ്ഞ റാസിയെ പോലെയുള്ള, കിന്ദിയെ പോലെയുള്ള, ഇബ്നുൽ ബൈത്താറിനെ പോലെയുള്ള, ഇബ്നുർ റുഷ്ദിനെ പോലെയുള്ള, അതുപോലെ തന്നെ ഇബ്നുൽ ഹൈസമിനെയും അൽ ബിറൂനിയെയും പോലെയുള്ള ഉന്നത ശാസ്ത്രജ്ഞന്മാരോടൊപ്പം ബിഷഗ്വരന്മാരുമായിരുന്ന ഈ പണ്ഡിതന്മാരെ നിങ്ങളൊന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കൂ. ഇംഗ്ലീഷിലോ അറബിയിലോ മറ്റ് ഏത് ഭാഷയിലും കിട്ടും. അവരൊക്കെ എന്താണ് വൈദ്യശാസ്ത്രത്തിന് സംഭാവന ചെയ്തതെന്ന്. ഈ ചരിത്രമെല്ലാം തമസ്കരിച്ചുകൊണ്ട്, ഇല്ലാതെയാക്കിക്കൊണ്ടാണ് മലപ്പുറത്ത് ഇന്നും ഇതുപോലെയുള്ള മാട്ടും മന്ത്രങ്ങളും നൂലും ഈ തരത്തിലുള്ള ഈ മുടി കുത്തിയ വെള്ളവും ചെരുപ്പ് നനച്ച വെള്ളവും അതുപോലെ തന്നെ ഈ ഓൺലൈൻ ദിക്റുകളും ഓൺലൈനും സലാത്തുകളിൽ കൂടിയാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന പ്രചരണം നടത്തുന്നത് സഹോദരങ്ങളെ.